മൂന്നാം ദിവസ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായിരിക്കുന്ന സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം ക്ഷണിച്ചു വരുത്തുന്ന ദുരന്തം എന്നുള്ളതാണ്. അതിന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യോനായുടെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശിസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നത് ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. അടുത്ത് ജീവിക്കേണ്ട സാന്നിധ്യമാണ് ദൈവം. അറിഞ്ഞു പോകേണ്ട യാത്രയാണ് ദൈവം. എന്നാൽ നമ്മുടെ യാത്രകളിൽ പലപ്പോഴും നാം ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. അതുകൊണ്ട് നാം പോലും അറിയാതെ ദൈവത്തിൽ നിന്ന് ഏറെ ദൂരം സഞ്ചരിച്ച് വഴിമാറിപ്പോകുന്നു. യോന അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം കോപിക്കുന്നത് യോനയോടല്ല, അവൻ നടത്തുന്ന യാത്രയോടാണ്. ഇത്തരത്തിൽ സ്വയം വരയ്ക്കുന്ന ചില ലക്ഷ്യങ്ങളിൽ കൂടെ പോകണമെന്ന് വിചാരിക്കും. പക്ഷേ ദൈവം വരച്ച ഭൂപടം തിരക്കി പോകുവാനുള്ള ശ്രമമാണ് സുരക്ഷ എന്ന് പറയുന്നത്. അത് മാത്രമേ സുരക്ഷാ മേഖലയായി ഭവിക്കയുള്ളൂ. അതുകൂടാതെ ഏതൊക്കെ തരത്തിൽ എത്ര അലങ്കാര കോണുകൾ വരച്ചാലും ജീവിതം കൈവിട്ടു പോകും. ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ക്ഷമ പലരുടെയും ജീവിതത്തിനില്ല. യോനയ്ക്ക് 3 ദിവസത്തെ കഠിനമായ പോരാട്ടം അനുഭവപ്പെട്ടു. സ്വയം ഒരുക്കിയ കളരിയിൽ പുതിയ ഒരു മാറ്റത്തിന്റെ വേദി രൂപാന്തരപ്പെട്ടു. താൻ ആരാണെന്നും തന്റെ നിയോഗം എന്താണെന്നും താൻ ആരുടേതാണെന്നുമുള്ള ചില സ്വയാവബോധത്തിലേക്ക് കടന്നു വരുവാൻ 3 ദിവസം വേണ്ടി വന്നു. അബ്രഹാം 3-ാം നാൾ മലമുകളിൽ തന്റെ പുത്രനായ ഇസഹാക്കിനെ ജീവനിലേക്ക് വീണ്ടെടുത്തു. ക്രിസ്തു 3-ാം നാൾ ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു. യോന 3-ാം നാൾ സ്വയം രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു. ആർക്കും ലഭിക്കാവുന്ന ഭാഗ്യമാണ് 3-ാം നാൾ. നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും നീണ്ട കാത്തിരിപ്പായി ഭവിക്കാതെ ദൈവാനുഭവത്തിന്റെ വെളിച്ചമായി തീരണം. ഈ നോമ്പിന്റെ 3-ാമത്തെ ദിനം ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പിറവിക്ക് പിന്നിൽ ഒരു നോവുണ്ട്, അല്ലെങ്കിൽ ഒരു നോമ്പുണ്ടാകും. നോമ്പും നോവും തമ്മിൽ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാവാം ഓരോ നോമ്പും നമ്മെ പുതുക്കുന്നത്. പഴയതിനെ ഉരിഞ്ഞ് പുതിയതിനെ ധരിപ്പിക്കുന്നത്. സത്യത്തിൽ നോമ്പ് നമ്മെ വീണ്ടും ക്രിസ്തുവിലാക്കുകയാണ്, പുതിയ സൃഷ്ടിയാക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക. ദൈവമേ, ഞാൻ സ്വന്തം നേട്ടങ്ങളെ ലക്ഷ്യമാക്കി അങ്ങില്ലാതെ നടത്തിയ യാത്രകളെല്ലാം വിഫലമായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു. അങ്ങയുടെ സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് ഞാനെന്ന് മനസ്സിലാക്കുന്നു. അവിടുന്ന് എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ എന്നെ സൃഷ്ടിച്ചത്, അത് നിവർത്തീകരിക്കുന്നതിന് സ്വയം സമർപ്പിതമാകുന്നത് മാത്രമാണ് എൻ്റെ ജീവിത ഉദ്ദേശമെന്ന്
ഞാൻ തിരിച്ചറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ഹിതത്തിന് കീഴ്പ്പെട്ട സ്വന്തം പുത്രന്റെ സമർപ്പണത്തെ അംഗീകരിക്കുകയും അത് ലോകത്തിന് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ഹിതത്തിൽ നിന്നും നിന്റെ ഇഷ്ടത്തിലേക്ക് ചേക്കേറുന്ന പറവകളായ ഞങ്ങളുടെ ചിറകുകൾക്ക് പുതുക്കം പ്രാപിപ്പാൻ തക്കവണ്ണം കൃപ അരുളണമേ. ആമേൻ. കഴിഞ്ഞ ദിവസവും പ്രലോഭനവും കളിയാക്കലുമൊക്കെ നിങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം തിരിച്ചറിയുക: നമ്മുടെ നാഥനായ ക്രിസ്തുവിനുണ്ടായ അധിക്ഷേപത്തെക്കാൾ വലുതായി എന്തുണ്ട്? അതുകൊണ്ട് ധൈര്യമായി നിങ്ങളുടെ തീരുമാനത്തിലുറച്ച് മുന്നോട്ട് തന്നെ പോവുക. പ്രഭാതത്തിലും സന്ധ്യയിലും കുടുംബ പ്രാർത്ഥനകൾ സജീവമാക്കുക. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകും.